നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാ ട്രിപ്പുകൾക്കും ഉള്ളതുപോലെ നമ്മുടെ ഈ ട്രിപ്പിനും ഒരു ഗൂഗിൾ മാപ്സിൽ പ്ലാൻ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് കുറേ സ്ഥലങ്ങൾ, ചാർജിങ് പോയിൻറ്റുകൾ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം വണ്ടിയിൽ ഫില്ല് ചെയ്തുകൊണ്ടാണ് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഫ്രണ്ട്സ്, ഇത് ഇന്നിപ്പോൾ 18-ാം തീയതിയാണ്, ഫെബ്രുവരി 18, 2025. സമയം രാവിലെ 3:05. നമ്മുടെ ഈ ലോങ് ട്രിപ്പ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ പ്ലാൻ, ഞാനിവിടുന്ന് രാവിലെ 3 മണിക്ക് കൊല്ലത്ത് തിരിക്കുന്നു. 6:30 ആലുവ എത്തുന്നു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം വരെ, അതായത് ഒരു 2.5-3 മണിക്കൂറോളം ഞാൻ അവിടെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് KSEBിയുടെ പോസ്റ്റിൽ കുത്തിയിടുന്നു. അതിനുശേഷം ഒരു 1 അവറിൽ ഏകദേശം ഒരു 15% ഒക്കെയാണ്. 2 hours അപ്പോൾ 30% ഒക്കെ, ഒരു 3 hours ഏകദേശം ഒരു 50% കയറിയിട്ട് ഞാൻ നേരെ പാലക്കാട് എയിം ചെയ്ത് പോവാണ്. അപ്പോൾ പാലക്കാട് എയിം ചെയ്ത് തൃശ്ശൂരിന് ശേഷം പാലക്കാടിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ വീണ്ടും ഒരു 40%-ഓ 60%-ഓ ചാർജ് ചെയ്യും. അത് ലഞ്ച് ടൈമായിട്ട് ക്ലബ് ചെയ്യും. അപ്പം 60% ചാർജ് ചെയ്യുന്നതിന് എങ്ങനെയായാലും 4 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ കോമറ്റ് EV ഫുൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ട സമയം ഏകദേശം 6 മണിക്കൂറാണ്. അപ്പോൾ ആലുവയിൽ എനിക്കൊരു 3 hours ചാർജ് ചെയ്യാൻ പറ്റിയാൽ ഒരു പക്ഷേ എനിക്ക് തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാടിന് മുമ്പായിട്ട് വീണ്ടും ഒരു 3-3.5 മണിക്കൂറോടെ ചാർജ് ചെയ്താൽ എനിക്ക് വീണ്ടും ഒരു 100% ചാർജ് കിട്ടും. അപ്പോൾ ടോട്ടൽ 200% ചാർജ് എനിക്ക് ഞാൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് 414 കിലോമീറ്ററാണ്. ഫസ്റ്റ് ഡേ 414 കിലോമീറ്ററിൽ എനിക്ക് ഈറോഡ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും. അവിടെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാനാണ്. 76% ബാറ്ററിക്ക് ബാലൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ ടോട്ടൽ ഓടിയേക്കുന്ന കിലോമീറ്റർ 60 കിലോമീറ്ററാണ്. 60.7. 76% ബാറ്ററി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കൂട്ടലനുസരിച്ച് പറയുവാണെങ്കിൽ 60.8 76 61 കണക്കൂട്ടുകയാണെങ്കിൽ 61 × 4 244 കിലോമീറ്റേഴ്സാണ് നമ്മൾക്ക് ഇപ്പോൾ പോകുന്നതനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള ഒരു റേഞ്ച്. ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഈറോഡിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈറോഡ് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഫുൾ ചാർജ് ചെയ്തു, 100% ചെയ്തു. എന്നിട്ടിപ്പം യാത്ര സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഇന്ന് കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് 241 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഈ ഒരു ഫുൾ ചാർജിൽ 241 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് അമ്പൂരിൽ സ്റ്റേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വണ്ടി രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ തന്നെ വണ്ടിയുടെ ഒരു 3% ചാർജ് കുറഞ്ഞു. 6 കിലോമീറ്റർ ഓടാനുള്ള ഇത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ 240 നമ്മൾ അച്ചീവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഞാനിവിടെ ആമ്പൂരെത്തി. എനിക്ക് ഈറോഡിൽ നിന്ന് 240 കിലോമീറ്റേഴ്സ് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ 248 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് ഞാനിവിടെ എത്തി. ആക്ച്വലി ഇന്ന് കുറച്ച് ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നു. പ്രധാനമായിട്ടും സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും നമുക്ക് സ്യൂട്ടാവുന്ന ടൈപ്പ് 2 ചാർജറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്ക് അതൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ഒരു 7-8 സ്റ്റേഷൻസിൽ ഞാൻ കയറി. എല്ലായിടത്തും ഫാസ്റ്റ് ചാർജിങ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസേ ഉള്ളൂ. അങ്ങനെ അത് കാരണം നമുക്ക് പിന്നെ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോലുള്ള മൈൻഡ് വന്നില്ല. പിന്നെ വരിക മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് 240 കിലോമീറ്റേഴ്സ് ഓടുമെന്ന് ഉറപ്പായിരുന്നു. 250 കിലോമീറ്റേഴ്സ് ഓടുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. 248 കിലോമീറ്റേഴ്സിന് ഞാൻ ഹോട്ടലിലും എത്തി. പക്ഷേ നമ്മുടെ ഈ കോമറ്റിനുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ലൈക്ക് വഴിയിൽ കടന്നു പോകുമോ, തള്ളേണ്ടി വരുമോ, അതോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, ആ ഒരു ടെൻഷൻ നല്ല രീതിയിൽ അനുഭവിച്ചു. അത് കാരണം ഞാൻ വരുന്ന വഴിക്ക് 1-2 ടയർ ഷോപ്സിലൊക്കെ കയറിയിട്ട് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കാർ ചാർജ് ചെയ്തു. ഒരു ടയർ ഷോപ്പിൽ 4% ചാർജ് ചെയ്യാൻ അവർ സമ്മതിച്ചു. 4% ചാർജ് ചെയ്തപ്പോഴത്തേക്കും അവരുടെ ബ്രദറോ മറ്റോ വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം പിന്നെ അവിടുന്ന് ഒരു 5-10 കിലോമീറ്റർ മുന്നോട്ട് ചെന്നപ്പോൾ വീണ്ടും ഒരു ടയർ ഷോപ്പ്, അവിടെയും ഒന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് അയാൾക്ക് ഞാൻ 100 റുപ്പി കൊടുത്തു. ഏകദേശം ഒരു 20% ചാർജ് അവിടുന്ന് 4 or 5% ചാർജ് ആദ്യത്തെ സ്ഥലത്തുനിന്നും ചാർജ് ചെയ്തു.
അങ്ങനെ മൊത്തത്തിൽ ഈറോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ 100ഉം അതിനുശേഷം 25% ചാർജിലാണ് എൻ്റെ യാത്ര. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുള്ള റീഡിങ്ങും മറ്റും ഞാൻ കാണിക്കാം. 25% ചാർജ് ബാക്കിയുണ്ട്. 248 കിലോമീറ്റേഴ്സ് ഓടി. അപ്പോൾ ശരിക്കും 250 കിട്ടുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ആ രീതിയിലായിരുന്നു എനിക്ക് എക്കണോമി മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് രീതിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ടെൻഷൻ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ചാർജിങ് നടക്കുമോ, കിട്ടുമോ, അതോ പെട്ടുപോകുമോ, അങ്ങനെയുള്ള ടെൻഷൻ. ഒരുപാട് കാര്യങ്ങൾ വഴി വെച്ച് ആലോചിച്ചു. ഒരു ജനറേറ്റർ വാങ്ങി കുറച്ച് ഡീസലും അടിച്ചിട്ട് നമുക്ക് വഴിയിലിട്ട് ചാർജ് ചെയ്താലോ, ഹോട്ടലുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താലോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആലോചിച്ചു. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ലോറിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് റീജനറേഷൻ ഓണാക്കി ചാർജ് ചെയ്താലോ, അങ്ങനെ ആരും ചിന്തിക്കാത്ത വഴിയിൽ കൂടെയൊക്കെ കുറേ നടന്നു. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. സേഫായിട്ട് നമ്മൾ ആമ്പൂരുള്ളൊരു ഹോട്ടലിലെത്തി. ഹോട്ടലുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ ചാർജ് ചെയ്യാൻ സമ്മതിച്ചു. ഞാൻ നമ്മുടെ ചാർജിങ് പ്ലഗ് എടുത്ത് കണക്ട് ചെയ്ത് നോക്കി, ചാർജ് ആവുന്നുണ്ട്. ഏകദേശം ഞാൻ 5 മണിക്കാണ് ഇവിടെ എത്തിയത്. 8:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ചാർജിങ്ങിന് ഇടാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 8:30 ആവുന്നു. ഞാനിപ്പം ചാർജ് ചെയ്യാനായിട്ട് ഇടാൻ പോവാണ്. പിന്നെ അവറിന് 100 റുപ്പി വെച്ച് ചാർജ് വേണം എന്ന് ഹോട്ടലുകാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, 100 റുപ്പി കൊടുത്താലും നമുക്കതൊരു പ്രശ്നമല്ല. കാര്യം എന്ന് വെച്ചാൽ അതുപോലെ ടെൻഷൻ അനുഭവിച്ചാണല്ലോ നമ്മൾ വരുന്നത്. പിന്നെ ഞാനൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കും, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചാർജ് ചെയ്യും. ഓക്കെ, താങ്ക് യു. നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയാണ് എനിക്ക് അവിടെ ദർശനം സമയം. അപ്പോൾ അങ്ങോട്ട് രാവിലെ ഇറങ്ങി. എനിക്ക് 180 കിലോമീറ്റർ ആണ് ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന് തിരുപ്പതി ടെമ്പിൾ വരെ ഉള്ളത്. അപ്പോൾ എൻ്റെ പ്ലാൻ 180 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ഏകദേശം 75% ചാർജ്. എന്നിട്ട് ഈ മലയുടെ അടിവാരത്ത് ഉള്ള ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ചാർജ് ചെയ്യാനിടുക. എന്നിട്ട് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരിക. അമ്പലത്തിൽ തൊഴുന്നതിന് എന്തായാലും ഒരു 3-4 hours എടുക്കും. അപ്പോൾ തിരിച്ച് വന്ന് കാർ എടുത്തിട്ട് തിരികെ ഇന്ന് സ്റ്റേ ചെയ്ത അതേ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്തത്. ഇന്നും നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 81% ചാർജ് ബാക്കിയുണ്ട്. 19% യൂസ് ചെയ്തു. നമ്മൾ 44 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കണക്കൂട്ടി കണക്കിന് തിരുപ്പതിയിൽ രാവിലെ 9-9:15 എത്തി. ഏകദേശം 46% ചാർജ് അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥിരം തിരുപ്പതിയിൽ റൂം എടുക്കുന്ന ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു. ആ ലോഡ്ജിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരോട് ചാർജ് ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ അവിടെ ചാർജ് ചെയ്യാനിട്ടിട്ട് ഞാൻ അമ്പലത്തിൽ തൊഴുതു. എന്നിട്ട് ഒരു 5 hours അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം താഴെ വന്നപ്പോൾ വണ്ടി ചാർജ് ഫുള്ളായി. എന്നിട്ട് ഇപ്പോൾ തിരികെ ഞാൻ തിരിച്ചുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. യാത്രയ്ക്കിടയ്ക്ക് എനിക്കൊരു സുഹൃത്തിനെ കൂടെ കിട്ടി. അദ്ദേഹവും എൻ്റെ കൂടെ വണ്ടിയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാട്ട്പാടിയിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാനിവിടെ കുറേ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് കുറേ അടുത്ത് നോക്കി. അവിടെയെല്ലാം നമുക്ക് പറ്റുന്ന ആ ഗൺ ഇല്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ എയ്ത്തറിൻ്റെ ഗ്രിഡ് ഉണ്ട്, എയ്ത്തർ ഗ്രിഡ്. അത് നല്ലൊരു ഓപ്ഷനായിരുന്നു. പക്ഷേ അതിനകത്ത് പഴയ സിസ്റ്റത്തിനകത്ത് നമ്മുടെ അഡാപ്റ്റർ കുത്താനുള്ള പ്ലഗ് ഉണ്ട്. പുതിയതിനകത്ത് അതില്ല. അപ്പം ഞാൻ 1-2 അടുത്ത് പോയപ്പോഴത്തേക്ക് പഴയ സിസ്റ്റം കംപ്ലൈൻ്റ് ആയി കിടക്കുന്നു. അങ്ങനെ അതും നടന്നില്ല. അവസാനമാണ് ഞാൻ ലോഡ്ജിൽ നിന്ന് ചാർജ് ചെയ്തത്. എന്തായാലും അവർക്കൊരു 500 റുപ്പീസ് കൊടുത്തു. എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നു. ഓക്കെ, ബൈ. എൻ്റെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഒരു 9:30-10 മണിയോടുകൂടി എനിക്ക് ഞാൻ സ്റ്റേ ചെയ്ത ആമ്പൂരിലെ ആ ലോഡ്ജിൽ എത്തിപ്പെടാൻ പറ്റി. ചാർജ് എല്ലാം സേഫായിരുന്നു. അവിടെ എത്തിയപ്പോൾ എനിക്ക് 33% ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ആ ഹോട്ടലിൽ നിന്ന് പഴയതുപോലെ തന്നെ 400 രൂപ കൊടുത്ത് ചാർജ് ചെയ്തു. അവരും അത്യാവശ്യം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ഞാൻ ഈറോഡോട്ട് യാത്ര തിരിച്ചു. ഈറോഡ് വരെ നമുക്ക്
20 കിലോമീറ്ററുള്ള ഒരു റോഡാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ശരിക്കുമുള്ള റോഡിന് 241 കിലോമീറ്റേഴ്സ് ഉണ്ട്. സ്റ്റേറ്റ് ഹൈവേ കണക്ട് ചെയ്ത് ഒരു റോഡ് നോക്കിയപ്പോൾ 220 ഉള്ളൂ. അപ്പം ഇന്നിപ്പം അവിടെ ചെല്ലാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അവിടെ ചെല്ലുന്ന സമയം അനുസരിച്ചിട്ട് ചിലപ്പോൾ ചാർജ് ചെയ്തിട്ട് പാലക്കാട് വരെ അല്ലെങ്കിൽ തൃശ്ശൂർ വരെ ട്രൈ ചെയ്യും. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ മണി 7:45. അപ്പോൾ ഞാൻ അപ്ഡേറ്റുകൾ വഴി ഇടാം. 220 കിലോമീറ്റേഴ്സ് ഓടണം. 100% ചാർജ് ഉണ്ട്. എൻ്റെ കണക്കൂട്ടലനുസരിച്ച് 240+ തന്നെ ഓടുമായിരിക്കും. 10% ബാക്കി വെച്ചുകൊണ്ട് ഈ റോഡ് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് ആമ്പൂർ വരുന്ന വഴി മാത്രമേ ഉള്ളൂ നമുക്ക് മൈലേജ് കുറഞ്ഞത്. ഇന്നലെ കിട്ടിയ റേഞ്ച് ഏകദേശം 220 കിട്ടിയുള്ളൂ. കാര്യം ഞാൻ നല്ല ടയേർഡ് ആയതുകൊണ്ട് ഡ്രൈവിങ്ങിനകത്ത് ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അത്യാവശ്യം സ്പീഡിലും വരേണ്ടി വന്നു. അങ്ങനെ ഓക്കെ, താങ്ക് യു, ബൈ, സി യു. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഈ റോഡ് എത്തുന്നതിന് 8 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഏകദേശം 16% ചാർജ് നമുക്ക് ബാക്കിയുണ്ട്. 8 കിലോമീറ്റർ നമുക്ക് 32 റേഞ്ചിങ് കാണിക്കുന്നുണ്ട്. 16% ഇപ്പോൾ 32 റേഞ്ചിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 12% ബാക്കി നിൽക്കെ നമ്മൾ ഈ റോഡ് എത്തും. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചാർജ് മിച്ചം വെച്ചുകൊണ്ട് ഈ റോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം 13% ചാർജ് ബാക്കിയുണ്ട്. 252 നമുക്കിന്ന് ടോട്ടൽ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ തിരികെ കേരളത്തിലെത്തി. ഞാനിപ്പോൾ പാലക്കാട് ലുലുവിനടുത്തുള്ള ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ റോഡ് എത്തിയായിരുന്നു. അവിടെ 5 മണിക്കൂർ ചാർജ് ചെയ്തു, 90% ആക്കി. എന്നിട്ട് അവിടെ നിന്ന് പാലക്കാടായിട്ട് 6:15 ഇറങ്ങിയത്. ഞാനിവിടെ 9:45 ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. 9:45 ഞാനിവിടെ എത്തി. ഇപ്പോൾ മണി 9:45. കേരളത്തിലെത്തിയപ്പോഴത്തേക്ക് KSEBിയുടെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ KSEBിയുടെ ഒരു പോസ്റ്റിൽ ചാർജ് ചെയ്യാനിട്ടേക്കാണ്. ഇവിടെ ലൈറ്റ് എത്തുന്നത് കാണാം. ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നു. The battery is low. Please charge it in time. ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എൻ്റെ ട്രിപ്പിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി. എൻ്റെ വീടെത്താനായിട്ട് ഇനി 60-65 കിലോമീറ്റർ കൂടെ ഉള്ളൂ. സോ അതിനിടയ്ക്ക് എൻ്റെ ചാർജ് കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ടായി. ഇനി 6% ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ KSEBിയുടെ ഒരു പോസ്റ്റിൽ ഇവിടെ ചാർജ് ചെയ്യാൻ സെറ്റ് ചെയ്തേക്കാണ്. ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം. 6% ചാർജ് കയറി. അങ്ങനെ ഞാൻ സേഫായിട്ട് വീട്ടിലെത്തി. വണ്ടി ചാർജ് ചെയ്യാനിട്ടേക്കാണ്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ 305 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. പാലക്കാട് നിന്ന് അങ്കമാലി വഴി ആദ്യം 240 കിലോമീറ്ററും അതിനുശേഷം 65 കിലോമീറ്റർ, അങ്ങനെ മൊത്തത്തിൽ 305 കിലോമീറ്റർ കവർ ചെയ്തു. എന്തായാലും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ തന്നെ നടന്നു.